ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 42-ാം ദിവസം നീതിയുള്ള രാജാവിനെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 9-ാം വാക്യം: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലമായി സ്വന്തം ദേശത്തു നിന്ന് നാട് കടത്തപ്പെട്ട് ബാബിലോണിൽ നീണ്ട 70 വർഷം പ്രവാസികളായി നിരാശയുടെയും വേദനയുടെയും നടുവിൽ യഹൂദ ജനം അകപ്പെട്ടപ്പോൾ സക്കറിയ പ്രവാചകനിലൂടെ ദൈവം തന്റെ ജനത്തിന് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശമാണ് 9-ാം അധ്യായം. ഇവിടെ ദൈവത്തെ ഒരു പോരാളിയായിട്ടും സമാധാനം നൽകുന്നവനും വീണ്ടെടുപ്പുകാരനുമായ ഒരു ഉത്തമ രാജാവായി ചിത്രീകരിക്കുന്നു. ഈ രാജാവിന്റെ നന്മകൾ നമുക്ക് ധ്യാനിക്കാം. 1. അവൻ ഒരു പോരാളിയാണ്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് വിവരിക്കുന്നു. ഇസ്രായേലിനെ അവരുടെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും തന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന തന്റെ മക്കളെ ഒരു തിന്മശക്തിയും അവരെ തൊടുകയില്ല എന്നുള്ള പ്രവചനം അവരെ ശക്തിപ്പെടുത്തുന്നു. 200 വർഷങ്ങൾക്ക് ശേഷം അലക്സാണ്ടർ ചക്രവർത്തി ഈ വാക്യങ്ങളിൽ കാണുന്ന രാജ്യങ്ങളെ പരാജയപ്പെടുത്തി ഈ പ്രവചനം പൂർത്തിയാക്കുന്നതായി കാണാം. അതെ, ഈ ദൈവം പോരാളിയാണ്. ഈ നോമ്പ് നാളിൽ നമ്മുടെ ദൈവകരങ്ങളിൽ ഇസ്രായേൽ മക്കൾ ചെയ്ത പോലെ അനുദപിച്ച് സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മളെ അലട്ടുന്ന സകല തിന്മ ശക്തികളെയും തോൽപ്പിക്കുവാൻ അവൻ ഒരു പോരാളിയായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. 2. അവൻ ഒരു സമാധാനകാംക്ഷിയാണ്. വാക്യം 9 മുതൽ 10 വരെ. ഒരു പോരാളി യുദ്ധം മാത്രം ആഗ്രഹിക്കുന്നവനല്ല, തന്റെ ജനത്തിന് സമാധാനത്തോടെ പാർക്കാൻ അവസരം ഉണ്ടാക്കുന്നവനും കൂടെയാണ്. സക്കറിയാവ് ദൈവത്തെ കഴുതപ്പുറത്ത് വരുന്ന സമാധാനകാംക്ഷിയായ രാജാവിനോട് സദൃശ്യപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ യെരൂശലേമിലേക്കുള്ള പ്രവേശനത്തിലൂടെ ഈ പ്രവചനം പൂർത്തിയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന സമാധാനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ രാജാവിനെ അംഗീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യണം. അതിന് നമ്മെ ഒരുക്കുന്ന ആയിരിക്കണം ഈ നോമ്പിന്റെ നാളുകൾ. 3. അവൻ ഒരു വീണ്ടെടുപ്പുകാരനാണ്. വാക്യം 11 മുതൽ 17 വരെ. ഇവിടെ പ്രവാചകൻ ദൈവത്തെ വീണ്ടെടുപ്പുകാരനായി ചിത്രീകരിക്കുന്നു. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന പട്ടാളക്കാരെ വെള്ളമില്ലാത്ത പൊട്ടക്കുഴികളിൽ ഇട്ട് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പതിവുണ്ടായിരുന്നു. ഇവിടെ ഇസ്രായേൽ ഇതേ അവസ്ഥയിലായിരുന്നു. എന്നാൽ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ ഏതവസ്ഥയിലും ഇറങ്ങി വന്ന് നമ്മളെ വീണ്ടെടുക്കും. നാം വീണുപോയ ഇടങ്ങളിൽ കർത്താവ് ഇറങ്ങി വരുവാൻ നമുക്ക് നിലവിളിക്കാം. അവനൊരു വീണ്ടെടുപ്പുകാരനാണ്. ഇസ്രായേൽ മക്കളും പോരാളിയായ സമാധാനകാംക്ഷിയായ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിലേക്ക് അടുത്തു വന്നതുപോലെ നമുക്കും അടുത്തു വരാം. നമ്മുടെ ജീവിതങ്ങളെ അടിമത്വ അനുഭവങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങളുടെ രാജാവാകുന്നു. ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ തിന്മ ശക്തികളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കണമേ. ആമീൻ.